അലാസ്ക കൂടിക്കാഴ്ചയ്ക്ക് ശേഷം യുക്രൈൻ പ്രസിഡന്റ് വൊളോദിമിർ സെലൻസ്കിയുമായും യൂറോപ്യൻ രാഷ്ട്ര നേതാക്കളുമായും സംസാരിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുക്രൈൻ യുദ്ധവിരാമത്തിന് ധാരണയാകാതിരുന്നതിനെ തുടർന്നാണ് ട്രംപിന്റെ തുടർ ചർച്ചകൾ. തിങ്കളാഴ്ച സെലൻസ്കി വാഷിംഗ്ടണിൽ എത്തും. കേവലം വെടിനിർത്തലല്ല, സമാധാന കരാറാണ് ലക്ഷ്യമിടുന്നതെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കി. മെറിൻ മേരി ചാക്കോയാണ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുന്നത് സൂപ്പർ 4 മെറിൻ, ഗുഡ് ഈവനിംഗ്. ഇതിപ്പോൾ ഇന്നലെ മണിക്കൂറുകൾ നീണ്ട ഒരു കൂടിക്കാഴ്ചയായിരുന്നു. ലോകം മുഴുവൻ ഇന്നലെ അലാസ്കയിലേക്കായിരുന്നു. പുലർച്ചെ, ഇന്ത്യൻ സമയം പുലർച്ചെയായിരുന്നു ആ കൂടിക്കാഴ്ച. അതിനുശേഷം ഒരു ധാരണയായിട്ടില്ല, നോ ഡീൽ എന്നാണ് ഡീൽ മേക്കർ എന്ന് അവകാശപ്പെടുന്ന ട്രംപ് പോലും ഇതിനുശേഷം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ചില കാര്യങ്ങളിൽ വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്. പുട്ടിനാകട്ടെ തനിക്കിതിൽ വലിയ താല്പര്യമുണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ എന്ന് പറയുകയാണ്. അപ്പോൾ അതിൻ്റെ തുടർ നീക്കങ്ങൾ എന്ന തരത്തിലേക്കാണ് ഇന്ന് സെലൻസ്കിയുമായുള്ള ടെലിഫോൺ സംഭാഷണമുണ്ടായത്. അതും 1.5 മണിക്കൂർ ദൈർഘ്യത്തിലുള്ളതായിരുന്നു. അതിനുശേഷം വാഷിംഗ്ടണിൽ തിങ്കളാഴ്ച കൂടിക്കാഴ്ച നടക്കാനിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇന്നലത്തെ അലാസ്ക ഉച്ചകോടി ഒരു തുടർ നീക്കങ്ങളിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണ് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? ഗുഡ് ഈവനിങ് അനുജ. അതായത് ലോകം ഉറ്റുനോക്കിയ ഒരു കൂടിക്കാഴ്ചയായിരുന്നു അലാസ്കയിലെ ആങ്കറേജിൽ നടന്ന കൂടിക്കാഴ്ച. ഈ ഒരു കൂടിക്കാഴ്ച നേരത്തെ അനുജ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു തുടർ ചർച്ചകളിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. കാരണം 3 മണിക്കൂർ നീണ്ട ഒരു ചർച്ചയിൽ അന്തിമ തീരുമാനമായില്ലെങ്കിലും ചർച്ചകൾ ഫലപ്രദമായിരുന്നു എന്ന് തന്നെയാണ് ഇരു നേതാക്കളും വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഉച്ചകോടിക്ക് ശേഷം, അല്ലെങ്കിൽ ഈ ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മടങ്ങുന്നതിനിടെ വിമാനത്തിൽ വെച്ചാണ് ഇപ്പോൾ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് വൊളോദിമിർ സെലൻസ്കിയുമായി ചർച്ച നടത്തിയിരിക്കുന്നത്. അദ്ദേഹം 1.5 മണിക്കൂറാണ് ആ ഒരു ടെലിഫോൺ സംഭാഷണം നീണ്ടത്. ഈ ഒരു ലെങ്തി കോൺവെർസേഷൻ ഉണ്ടായതായി യുക്രൈൻ മാധ്യമങ്ങളും അതേപോലെ തന്നെ യുക്രൈനും ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ വൊളോദിമിർ സെലൻസ്കി ട്രംപുമായി കൂടിക്കാഴ്ചയ്ക്ക് തിങ്കളാഴ്ച വാഷിംഗ്ടണിലേക്ക് തിരിക്കും. വീണ്ടും ഒരു രണ്ടാമത്തെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് തന്നെയാണ് ഇത് വേദിയാകുന്നത്. ഈ 2025 ഫെബ്രുവരിയിലാണ് ഏറ്റവും അവസാനവുമായി സെലൻസ്കിയും അതുപോലെ തന്നെ പുടിനുമായും കൂടിക്കാഴ്ച നടന്നത്. തുടർ ചർച്ചകൾ, അല്ലെങ്കിൽ ഈ ഒരു അലാസ്ക ചർച്ചകളിൽ തീരുമാനമായില്ലെങ്കിൽ പോലും അതിൻ്റെ തുടർ ചർച്ചകളിൽ അല്ലെങ്കിൽ അതിൻ്റെ ശ്രമങ്ങൾ തന്നെ ട്രംപ് തുടരുകയാണ്. തുടർ ചർച്ചകളുമായി മുന്നോട്ട് പോകുക തന്നെയാണ് എന്ന് തന്നെയാണ് ഈ ഒരു നീക്കങ്ങളിലൂടെ വ്യക്തമാക്കുന്നത്. അതിൽ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം, അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് വെടിനിർത്തലല്ല, മറിച്ച് സമാധാന കരാർ ആണ്. ദ ഓൺലി വേ ടു എൻഡ് വാർ ഈസ് പീസ് എഗ്രിമെന്റ് എന്ന് തന്നെയാണ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ ആയിട്ടുള്ള ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രവുമല്ല, ഈ സെലൻസ്കിയുമായുള്ള ചർച്ചകൾ വിജയിക്കുകയാണെങ്കിൽ തുടർന്ന് പുടിനുമായും തുടർന്ന് ചർച്ചകൾ നടത്തുമെന്നും ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നു. അതിന് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ 3.5 വർഷം നീണ്ടു നിൽക്കുന്ന ഈ ഒരു യുദ്ധത്തിന് അവസാനിക്കുന്നതിലേക്കുള്ള ചർച്ചകൾ, അല്ലെങ്കിൽ അതിന്റെ തുടർ നീക്കങ്ങളിലേക്ക് കാര്യങ്ങൾ ഒരു പുരോഗതി ഉണ്ടെന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത്. ട്രംപ് അതിന്റെ ശ്രമങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളൊരു വാർത്തകൾ തന്നെയാണ് വരുന്നത്. നേരത്തെ തന്നെ അലാസ്കയിലെ ആങ്കറേജിൽ 3 മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചയിൽ നേരത്തെ പുടിൻ തന്നെ ചർച്ചകൾ ഫലപ്രദമാണെന്നും വ്യക്തമാക്കിയിരിക്കുന്നു. എന്നാൽ അന്തിമ ധാരണയായിട്ടില്ല. എന്നാൽ യുക്രൈൻ സംബന്ധിച്ച ചില ധാരണകൾ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തന്നെ ഇപ്പോൾ പുടിൻ പ്രതികരിച്ചിരുന്നു. എന്തായിരിക്കാം ഇവർ അലാസ്കയിൽ തീരുമാനിച്ചിട്ടുണ്ടാവുക? ഒരു തീരുമാനത്തിലേക്ക് എത്തിയില്ല, ഡീലിലേക്ക് എത്തിയില്ല എന്ന് പറയുമ്പോൾ പോലും എന്താകാം ചർച്ചയായത് എന്നതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോഴെങ്കിലും പുറത്തു വരുന്നുണ്ടോ? കഴിഞ്ഞ കുറേ സമയങ്ങളായി നമ്മൾ അതിന്റെ വിവരങ്ങളൊന്നും അറിയുന്നില്ല. മെറിൻ, കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ തന്നെ ഇരു നേതാക്കളൊന്നും പങ്കുവച്ചിട്ടില്ല. അത്തരത്തിൽ കൂടിക്കാഴ്ചയുടെ വിവരങ്ങളൊന്നും തന്നെ പുറത്തു വരുന്നില്ല. എന്നാൽ ഇരു നേതാക്കളും പ്രതികരിച്ചത്, അതായത് ഈ ഒരു ചർച്ചകൾ ഫലപ്രദമാണ്, അന്തിമ തീരുമാനമായില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ അന്തിമമായിട്ട് യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറിലെത്താറായിട്ടില്ലെങ്കിലും ഒരു ചർച്ചകൾ ഫലപ്രദമാണ് എന്ന് തന്നെയാണ് ട്രംപും അതുപോലെ തന്നെ പുടിനും പ്രതികരിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ ട്രംപിന്റെ പ്രവർത്തനങ്ങളെ പുടിൻ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. സമാധാന ശ്രമങ്ങൾക്ക് പുടിന്റെ ശ്രമങ്ങളെ എല്ലാം തന്നെ ട്രംപിന്റെ ശ്രമങ്ങളെ പുടിൻ പുകഴ്ത്തുന്ന ഒരു സാഹചര്യം തന്നെ, ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിച്ചത്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ ട്രംപിനെ പ്രശംസിക്കുകയും ചെയ്തു. മാത്രവുമല്ല, ഇപ്പോൾ വൊളോദിമിർ സെലൻസ്കി പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുടെ ഇടപെടൽ സമാധാനപരമായ ശ്രമങ്ങൾ തന്നെ കാരണമാകും. അതായത് മേഖലയിൽ പരമാവധി സമാധാനം നിലനിർത്തുന്നതിന്, അല്ലെങ്കിൽ സമാധാനം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ തുടരുമെന്ന് തന്നെയാണ് സെലൻസ്കിയും ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനോട്
തരത്തിലുള്ള ചർച്ചകൾ അല്ലെങ്കിൽ തുടർ ചർച്ചകൾക്ക് വഴി തുറക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇതിൽ അലാസ്ക തന്നെ മെറിൻ ചർച്ചകളിലൂടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ പോസ്റ്റിൽ അദ്ദേഹം പറയുന്നുണ്ട് നേറ്റോ സെക്രട്ടറി ജനറലുമായും ഒപ്പം യൂറോപ്യൻ യൂണിയൻ ചില അംഗങ്ങളുമായും ഒക്കെ ചർച്ച നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എനിക്ക് തോന്നുന്നത് മാക്രോൺ അതുപോലെ തന്നെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുമായും ഒക്കെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ എന്നതാണ്. അപ്പോൾ മറ്റ് ലോകരാഷ്ട്ര തലവന്മാർ പ്രത്യേകിച്ച് നേറ്റോയെ ഉൾപ്പെടെയുള്ളവരെയൊക്കെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് യൂറോപ്യൻ യൂണിയനൊക്കെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെ ട്രംപ് മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ളതും പ്രതീക്ഷാ നിർഭരമല്ലേ? മറ്റൊന്നൊരു വിമർശനം വന്നത് സെലൻസ്കി ഇല്ലാതെ ഈ വിഷയത്തിൽ എന്ത് ചർച്ച എന്നതായിരുന്നു. അലാസ്ക കൂടിക്കാഴ്ചയെക്കുറിച്ച് ഉയർന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം. അപ്പോൾ സെലൻസ്കി ഇപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് വരികയാണ്. അദ്ദേഹവുമായുള്ള കൂടിക്കാഴ്ച നടക്കാനിരിക്കുന്നു തിങ്കളാഴ്ച. ഇതിനോടകം തന്നെ ടെലിഫോൺ സംഭാഷണം കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ ഒരു പോസിറ്റീവ് എന്ന തരത്തിലേക്ക് നമ്മൾ കാണേണ്ടതാണോ? തീർച്ചയായും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അതൊരു പോസിറ്റീവായിട്ട് ഒരു വാർത്തയായിട്ട് തന്നെ കാണാൻ സാധിക്കും. പ്രധാനമായും ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു സംയുക്ത പ്രസ്താവന വന്നു കഴിഞ്ഞു. അവർ പറയുന്നത് ത്രിരാഷ്ട്ര ചർച്ചകളിലൂടെ മാത്രമേ ഈ ഒരു യുക്രൈൻ റഷ്യ യുദ്ധത്തിന് പരിഹാരമാകുകയുള്ളൂ. കാരണം റഷ്യയും അതുപോലെ തന്നെ അമേരിക്കയും തമ്മിലല്ല ചർച്ച നടത്തേണ്ടത്. അതിൽ സെലൻസ്കിയും പങ്കാളിയാക്കണം, പങ്കുചേർക്കണമെന്ന് തന്നെയാണ് UK പ്രധാനമന്ത്രിയായിട്ടുള്ള കെയർ സ്റ്റാമറിന്റെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത്. അത്തരത്തിലുള്ള ചർച്ചകൾ അല്ലെങ്കിൽ സെലൻസ്കിയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചകളെ ഞങ്ങളും സ്വാഗതം ചെയ്യുന്നുവെന്ന് തന്നെയാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു സംയുക്ത പ്രസ്താവന ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല ഈ അലാസ്ക കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇപ്പോൾ ട്രംപ് യൂറോപ്യൻ രാഷ്ട്ര നേതാക്കളുമായി സംസാരിച്ചതായിട്ടുള്ള US പ്രസ് സെക്രട്ടറി കാരോളിൻ ലെവിറ്റ് വ്യക്തമാക്കിയിരിക്കുന്നു. നേറ്റോ രാജ്യങ്ങളുമായിട്ടും സംസാരിച്ചുവെന്നും വ്യക്തമാക്കിയിരുന്നു. ഇത്തരത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളെ എല്ലാം വിശ്വാസത്തിലെടുത്തുകൊണ്ട് 3.5 വർഷം നീണ്ടു നിൽക്കുന്ന ഈ ഒരു റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ഒരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം അല്ലെങ്കിൽ അവിടെ ഒരു സമാധാന ശ്രമങ്ങൾക്ക് തന്നെയാണ് ട്രംപ് ശ്രമിക്കുന്നത്. അതിൽ ഇപ്പോൾ സെലൻസ്കിയും കൂടെ ഉൾപ്പെടുത്തും എന്ന് പറയുമ്പോൾ ഒരു ത്രിരാഷ്ട്ര സഖ്യത്തിന് അല്ലെങ്കിൽ ത്രിരാഷ്ട്ര ചർച്ചകളിലേക്ക് ആ ഒരു ചർച്ചകൾ വഴിമാറുമ്പോൾ സമാധാന ചർച്ചകൾ കൂടുതൽ ഒരു ഫലം കാണും എന്ന് തന്നെയുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ലോകം. നേരത്തെ തന്നെ ഇപ്പോൾ തിങ്കളാഴ്ച സെലൻസ്കി വാഷിംഗ്ടണിലേക്ക് തിരിക്കുകയാണ്. അവിടെ വൈറ്റ് ഹൗസിൽ കൂടുതൽ ചർച്ചകൾ നടക്കുമ്പോഴും അതിനെ തുടർന്ന് ആ ചർച്ചകൾ ഫലപ്രദമാണെങ്കിൽ തുടർന്ന് പുടിനുമായും ചർച്ച നടത്തും. അടുത്ത ചർച്ച മോസ്കോയിലായിരിക്കുമെന്നും പുടിൻ വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് ഏറ്റവും നല്ല തങ്ങളുടെ സഹോദര രാജ്യമാണ്. ഇതിലിപ്പോൾ ഒരു വാർത്ത പുറത്തു വന്നത് അലാസ്കയിൽ വെച്ച് ഡൊണാൾഡ് ട്രംപിനോട് സംസാരിക്കുമ്പോൾ വ്ളാദിമിർ പുടിൻ പറഞ്ഞ തന്റെ ഒരു പ്രശ്നം സെലൻസ്കി ആണ് എന്ന് പറഞ്ഞു എന്നൊക്കെയാണ്. നമുക്കതിന്റെ ആധികാരികത അറിയില്ല, പക്ഷേ ആ തരത്തിലേക്കൊക്കെയാണ് വിവരങ്ങൾ പുറത്തേക്ക് വന്നത്. ഇപ്പോൾ ഈ സെലൻസ്കി ഈ ചർച്ചയിലേക്ക് വരികയാണ്. ഇതെങ്ങനെയാകാം ഇതിൻ്റെ ഒരു പരിസമാപ്തി എന്ന് നമുക്കറിയില്ല. മറ്റൊന്ന്, സെലൻസ്കിയും ഡൊണാൾഡ് ട്രംപും ഇതിനു മുൻപ് നടന്ന കൂടിക്കാഴ്ചയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതും നമുക്കൊരു ചെറിയ ആശങ്കയാണ്, അല്ലേ മെറിൻ? തീർച്ചയായും അനുജ, 2025 അതായത് ഫെബ്രുവരിയിലാണ്, അതായത് രണ്ടാമതും ട്രംപ് അധികാരത്തിലെത്തിയ ശേഷമാണ് സെലൻസ്കി അതുപോലെ തന്നെ ട്രംപ് കൂടിക്കാഴ്ച നടന്നത്. അത് നയതന്ത്ര ലോകത്ത് ഒരിക്കലും കാണാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ഉണ്ടാകാൻ പാടില്ലാത്ത സംഭവങ്ങൾ തന്നെയാണ് അന്ന് അവിടെ വൈറ്റ് ഹൗസിൽ വേദിയായത്. അതായത് ട്രംപും അതുപോലെ തന്നെ സെലൻസ്കിയും തമ്മിലുള്ള സംഘർഷത്തിന് അല്ലെങ്കിൽ വാഗ്വാദങ്ങൾക്കും വാക്പോരിനും എല്ലാം വഴിതെളിച്ച ഒരു സംയുക്ത ഒരു കോൺഫറൻസ് ആയിരുന്നു അല്ലെങ്കിൽ വാർത്താ സമ്മേളനമായിരുന്നു അത്. അത്തരത്തിൽ രണ്ടാമതും അത്തരത്തിലൊരു കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുമ്പോൾ അത്തരത്തിലേക്ക് ഒരു സമാധാനപരമായിരിക്കുമോ ആ ഒരു കൂടിക്കാഴ്ച എന്നുള്ള ആശങ്കകളും നിൽക്കുന്നുണ്ട്. എന്തായാലും ഒരു പ്രതീക്ഷ തന്നെയാണ്. അതായത് ഈ അലാസ്ക ചർച്ചകളിൽ അന്തിമ തീരുമാനമായില്ലെങ്കിലും തുടർ ചർച്ചകളിലേക്ക് അതും സെലൻസ്കിയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചകളിലേക്ക് നീങ്ങുന്നത് എന്നുള്ളത് ലോകരാജ്യങ്ങൾ ആശ്വാസത്തോടു കൂടെ തന്നെയാണ് കാണുന്നത്. മാത്രവുമല്ല യൂറോപ്യൻ രാജ്യങ്ങളും ഈ ഒരു നടപടിയെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. സെലൻസ്കിയെ കൂടെ ഉൾപ്പെടുത്താനുള്ള അല്ലെങ്കിൽ സെലൻസ്കിയെ കൂടെ ചർച്ചയ്ക്ക് വിളിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തെ ലോകരാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും പ്രത്യേകിച്ച് ഫ്രാൻസ് അതേപോലെ തന്നെ UK എല്ലാം തന്നെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അവർ തന്നെ ഈ ഒരു ത്രിരാഷ്ട്ര സഖ്യം അല്ലെങ്കിൽ ത്രിരാഷ്ട്ര രാജ്യങ്ങളുമായിട്ടുള്ള 3 പേരും ഒരുമിച്ച് ചർച്ച നടത്തിയാൽ മാത്രമാണ് ഈ ഒരു യുദ്ധത്തിന് സമാധാനപരമായിട്ടുള്ള ഒരു അന്ത്യമുണ്ടാകുകയുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു യുദ്ധക്കെടുതിക്ക് അല്ലെങ്കിൽ ഇതിനൊരു അവസാനം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ലോകരാജ്യങ്ങൾ വിലയിരുത്തുന്നത്. എന്തായാലും ഇനി സെലൻസ്കി അതുപോലെ തന്നെ ട്രംപ് കൂടിക്കാഴ്ചയിൽ ഉറ്റുനോക്കുകയാണ് ലോകം. തിങ്കളാഴ്ച നടക്കുന്ന വാഷിംഗ്ടണിൽ നടക്കുന്ന കൂടിക്കാഴ്ചയെ ആശ്രയിച്ചാകും തുടർ ചർച്ചകൾ എങ്ങനെയാകുമെന്നുള്ളതും പ്രധാനമാണ്. മോസ്കോയിലേക്ക് ഡൊണാൾഡ് ട്രംപിനെ പുടിൻ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഈ 3 പേരും ചേർന്നിരുന്നൊക്കെ ഒരു ചർച്ച അങ്ങനെയൊക്കെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും തുടർ ചർച്ചകളിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെ അലാസ്ക കൂടിക്കാഴ്ചയുടെ ഒരു വിജയമായി നമുക്ക് കണക്കാക്കാം.